നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരെന്ന് യുഡിഎഫും കോൺഗ്രസും തീരുമാനിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ. അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് യുഡിഎഫ് ആണെന്നും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള യുഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി. PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ പ്രതികരണവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. അൻവറിന്റെ മുന്നണി പ്രവേശം ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട ഒന്നല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണ്. ഇക്കാര്യത്തിൽ UDF കൂട്ടായെടുക്കുന്ന തീരുമാനത്തിനൊപ്പം ലീഗും നിൽക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത് സംബന്ധിച്ച് UDF പിന്തുണക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു നമ്മൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല എന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നത് ശരിയല്ല. നമുക്ക് സർപ്രൈസാണ്. പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നത് ഏഷ്യാനെറ്റിൽ ഏത് ചാനൽ ഇന്നലെ പൈസ ഞാൻ കണ്ടെത്താനാണ്. ഏതായാലും ശരി, ഇനിയുള്ള കാര്യങ്ങൾ UDF ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയും. ഒപ്പം തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞത് നിലമ്പൂരിൽ GST മത്സരിക്കേണ്ട ഷൗക്കത്ത് വേണ്ടതൊക്കെയാണ്. വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ അൻവർ പറയുന്നത് UDF തലവേദനയാകില്ല. അതെന്നെ പറഞ്ഞത്. ഇനി ഈ കാര്യങ്ങൾ UDF ആണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് അത് കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് കോൺഗ്രസ് ആണ് ജാതി ആലോചിക്കേണ്ടത്. അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് UDF ആണ്. UDF കൂട്ടായി നിൽക്കുന്ന തീരുമാനത്തിന്റെ കൂടെ ഈ വിഷയത്തിൽ ലീഗ്. രാജിവെക്കലും പിന്തുണ പ്രഖ്യാപിക്കലും അൻവറിന്റെ ഇഷ്ടമാണെന്നായിരുന്നു PK ബഷീർ MLAയുടെ മറുപടി. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആരാണെന്ന് UDFും കോൺഗ്രസുമാണ് തീരുമാനിക്കുന്നത്. നിങ്ങളാരും തീരുമാനിക്കേണ്ടതില്ലെന്നും ബഷീർ കൂട്ടിച്ചേർത്തു. അല്ല, അത് രാജിവെക്കലും പിന്തുണക്കലൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അത് ഞാനെന്ത് പറയാനാ? അത് അദ്ദേഹം അങ്ങനെയാണ് നല്ല കാര്യം, എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി അദ്ദേഹം 2 വർഷമായിട്ട് തെറ്റി അദ്ദേഹത്തിന് പിന്നെ രാജിവെക്കണമെന്ന് തോന്നി, അദ്ദേഹം രാജിവെച്ചു. ഇതിന് ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് നീങ്ങാം. UDF അനുകൂലമായ സാഹചര്യം തീർക്കില്ല. അത് UDF അവിടെ തെരഞ്ഞെടുപ്പെടുത്തിയ UDF നല്ല ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. കഴിഞ്ഞ കാലങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് UDF നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ. അൻവറിന്റെ പിന്തുണ വലിയ സഹായമാകുമല്ലോ. എല്ലാവരും തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പിന്തുണയും സഹായകരമാകുമല്ലോ. ഇന്നതാളൊന്നുമില്ലല്ലോ. അത് നിങ്ങൾ പാത്രക്കാരെ നിങ്ങൾ തീരുമാനിച്ചത് പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കും, UDF തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കും. നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്തും പറഞ്ഞു. താനും VS ജോയിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. തങ്ങൾക്കിടയിൽ തർക്കങ്ങളില്ല. ആരാണ് ഷൗക്കത്തെന്ന് ജനങ്ങൾക്കറിയാമെന്നും അൻവറിന്റെ പരിഹാസത്തിന് മറുപടിയായി ഷൗക്കത്ത് പറഞ്ഞു. അല്ല, അതൊക്കെ ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഇപ്പൊ എന്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്ക് രണ്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അതിനത്രയേ ഉള്ളൂ. ഈ ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.